ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഗായത്രിയുടെ വെഡിങ് ഷോപ്പിങ്ങിന്റെ ഒരു ദിവസമാണ്. മറ്റൊരു പാർട്ടാണ് ഗായത്രിയുടെ കല്യാണത്തിന്റെ ഡ്രസ്സല്ല, ഗായത്രിയുടെ വീട്ടുകാരുടെ ഡ്രസ്സ്, അമ്മയുടെ സാരികൾ. പക്ഷേ അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. ഗായത്രി വേണമെന്നില്ല, ഞങ്ങളാണ് വേണ്ടത്. ഗായത്രിക്ക് 0% ഇമ്പോർട്ടൻസ്. ഞങ്ങൾ എന്ത് പറയുന്നു, അഭിപ്രായം പോലും ഇല്ല. ഞങ്ങൾ എന്ത് പറയുന്നു അതാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ അതോടുകൂടി വേറൊരു കാര്യം കൂടെ, ആന്റിക്ക് എടുത്ത സാരി ഒന്നും താൻ നോക്കി വെക്കണ്ട, തരില്ല. അത് ഇവിടെ ഉണ്ടാവും. തന്നെ കെട്ടിച്ചുട്ടേനെ എനിക്ക് അവകാശമില്ല. പിന്നെ ഭർത്താവിനോട് വാങ്ങിച്ചു തരാൻ പറയണം. ഓക്കെ. വ്ലോഗിൽ വരും. വയ്യ ഗൈസ്, മടുത്തു. തന്റെ കല്യാണം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ. അതെ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഗായത്രിയുടെ കഴിഞ്ഞ വീട്ടുകാരെ ഷോപ്പിങ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എനിക്ക്? അതല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നും ഗായത്രിക്ക് വലിയ റോളില്ല വീട്ടില്. വീഡിയോ ആണ് കേട്ടോ. ഹായ്, ടയേർഡ്, വയ്യ. ഇനിയുണ്ടോ ഷോപ്പിങ്? ഇല്ല, കഴിഞ്ഞു. ഡാഡിക്കെടുത്തില്ലല്ലോ. ഇനിയുണ്ട്. ഗായത്രിക്ക് ടെൻഷൻ ഉണ്ടോ? എന്തായി ഞാൻ വന്നിരിക്കും. എന്തായാലും ഞാൻ എന്തായാലും ഉണ്ടാവും. തലേദിവസം വരാൻ പറ്റുന്നറിയില്ല, പക്ഷേ കല്യാണത്തിനൊന്നും വരാം. ഓക്കെ, ഉറപ്പായിട്ടും വരാം. എന്താ ഡേറ്റ്? അന്ന് ഫ്രീ ആണോ? ഗൈസ്, ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തകർത്ത് നടക്കുകയാണ്. ഞങ്ങളുടെ ഗായത്രിയുടെ സംഗീതിന്റെ പ്രാക്ടീസാണ്. സമയം 11:25 രാത്രി. എല്ലാവരും പ്രാക്ടീസിന് വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ തകർത്ത് പ്രാക്ടീസാണ്. പൊളിക്കും. കൈ നോട്ടുണ്ട്. മാടി വിളിക്കാൻ കൂട്ടിന് വരുമോ നീ? വരുമോ നീ ചോദിക്കാം. അല്ല, ജാസുന്റെ പതോളകി. ഇപ്പോൾ സമയം 1 മണി. ഞങ്ങളുടെ ടീംസ് പ്രാക്ടീസ് കഴിഞ്ഞിറങ്ങുന്നു. അതെ, ടാറ്റ 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 ടാറ്റ. എല്ലാവരും അടുത്ത ദിവസം എല്ലാവരും വീട്ടിലെത്തുമ്പോൾ മെസ്സേജ് അയക്കണേ. അയ്യോ ചേച്ചി, ശരി ചേച്ചി. ടാറ്റ ടാറ്റ ഗൈസ്. ഇവിടെ എന്തായിരുന്നു വിചാരിക്കുമല്ലേ? നോക്കിക്കേടോ, എന്റെ വണ്ടിയും പുറത്തുണ്ട്. കിട്ടിയോ?
ഹെൽമെറ്റിന്റെ ബാക്കി എവിടെ പോയി സാഗത്? ഗുഡ് ബൈ ഗൈസ്, ബൈ. ഫോണില്ലേ? ബൈ. ബൈ. ഇതിനുള്ള മുടിയിട്ട് കളയാൻ പറ്റും താഴത്തോട്ടിന് അതിനേക്കാളും മുടി ആയിക്കോട്ടെ. വാവ്, കുളിച്ചിട്ടില്ല ചീരിക്കണേ. കല്യാണപ്പെണ്ണിന് ഗ്ലോ ഉണ്ടോ? എന്തിനു ഗ്ലോ വരാൻ? ടെൻഷനുണ്ടോ? പേടി പോയാ? എന്തിനാ ടെൻഷൻ? ഡാൻസ് പ്രാക്ടീസിനായിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഗായത്രിയുടെ സംഗീതത്തിന് പോകാൻ വേണ്ടി റെഡി ആവണേന്. അത് പറയുമ്പോ അത് തൊടാത്തവർ അപ്പ ഔട്ട് ആവട്ടോ. ഓക്കെ, ഹെഡ്, ഷോൾഡേഴ്സ്, ഷോൾഡേഴ്സ്, knees, toes, head, shoulder, knees, toes, come. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇവരെന്തെങ്കിലും കളിയിലിറങ്ങി ചീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ ഓക്കെ, സോ we'll do it again. ഇത് ശരിക്കുള്ള ഗെയിമാണ്. Head, shoulders, knees, toes, shoulder, head, nose, toes, head, come. Okay, it's genuinely ആർക്കൊക്കെ കയ്യിലെ കപ്പുള്ളത് ഇപ്പൊ? ഓക്കെ, കപ്പുള്ളവർക്കൂടെ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം. അപ്പൊ നമുക്കിപ്പോ ഇവിടെ 3 പേരുണ്ട്. ഓക്കെ, ചാറ് കുടിക്കുമ്പോ പല്ല് ബ്ലൂടൂത്ത് ആവുമല്ലോ. ബ്ലൂടൂത്ത് വയർലെസ് ആണല്ലോ. ഇങ്ങനെ പറയണ എനിക്കറിയായിരുന്നു. ബ്ലൂടൂത്ത് ആവൂലേ? ബ്ലൂടൂത്ത് വയർലെസ് അല്ലേ? എത്ര ബുദ്ധി ഉണ്ടായിരുന്നല്ലേ? പശു പശു ശരിയാ. അപ്പൊ ഇവിടെ വിടും, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. എനിക്ക് ഈ വക ബുദ്ധി ഇല്ല.
ഞാൻ കുറച്ച് ബുദ്ധിപരമാണ് മാത്രം ചിന്തിക്കാറുള്ളതാ. ആനിമൽ ടിഷ്യൂസ് ഉണ്ടല്ലോ, അതേപോലെ പുല്ലിന്റെ അകത്തും പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ, അങ്ങനെ ടിഷ്യൂ ആയിട്ട് നിർത്തുകയും എക്സ്പ്രഷൻ നോക്കട്ടെ. വെൽക്കം ടു ജിൽസമ്മത്തസ് വ്ലോഗ്. ഇന്നത്തെ സംഭവം എന്താ പറഞ്ഞാൽ ഗായത്രിയുടെ കല്യാണമാണ്. കല്യാണ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2:30 മേക്കപ്പ് ആർട്ടിസ്റ്റ് വരേണ്ടതായിരുന്നു. അവർ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ 2:30 കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയി. അപ്പോൾ തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി ഗായത്രിനെ വിട്ടു. അപ്പം ഞങ്ങൾ 5-6 ആൾക്കാരുണ്ട്, അവർക്ക് റെഡി ആവാനുണ്ട്. എല്ലാവരും മിനിറ്റിന് കുളിച്ച് ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ കൂടി അത്ര ഞാൻ മാത്രം നേരത്തെ ദിവസം ഉണ്ടായിട്ട് എല്ലാവരും ഇങ്ങനെ ഇല്ലായിരുന്നു. 1/2 മണിക്കൂർ ഒരാൾക്ക് കുളിക്കാൻ വേണമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റിൽ എല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം 2:30 കറണ്ട് പോയിട്ട് ഇപ്പം 3:15 ഇതുവരെയും കറണ്ടും വന്നിട്ടില്ല. എന്തായാലും അവിടെ പോകാതെ റെഡിയാകാനും പറ്റൂല. അപ്പോൾ എല്ലാവരും 4 മണിക്ക് എണീക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇപ്പോൾ ഒന്നും നടന്നില്ല. ഓക്കെ ഗൈസ്, എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം? The most eventful wedding of the year. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള. പക്ഷെ ഇത് കൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല. അതെ, ഉറങ്ങിയിട്ടില്ല. ഇവരൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിയിട്ടില്ല തുള്ളി പോലും. ഞങ്ങൾ പിന്നെ ബാക്കി കാറൊക്കെ ഇറങ്ങിയിട്ട് എടുക്കാം. ഇനി ഒരു കൊലപാതകത്തിന് പ്രാക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു പഴുതാറിനെ കൊന്നിന് പ്രാക്കാണ്. ഇനിയിപ്പോൾ കല്യാണത്തിന് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചു. ഇതിൽ കൂടുതൽ എന്താവാനാ? വെറൈറ്റി കണ്ടന്റ്, പല പല കോമഡിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അയ്യോ അയ്യട്ടാ. ഹായ്, ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസ്. ഇപ്പൊ സമയം പറ. സമയം 3:26. ഇതിന്റെ ക്യാമറ തിരിച്ച് ക്യാമറ തിരിക്കണം. ഗായത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ 2 പേര് ഇവിടെ. ഓക്കെ, ഇത്രയുമാണ് സംഭവങ്ങളൊക്കെ. മിഠായി അതും കയ്യിലുണ്ടാ? അല്ല, ഇപ്പൊ തന്നെ ഇറങ്ങുന്ന നേരത്തെ ചോദിച്ചില്ല അണ്ടർവെയർ ഒക്കെ എടുത്തിട്ടില്ലേന്ന്. അപ്പോഴാ ഓർത്ത് എടുത്തിട്ടുണ്ടായില്ല. ഇപ്പൊ കുളിച്ചപ്പോ ഇല്ല, ഒന്നും എടുക്കാതെ പോയത്. സാരി റോൾ ചെയ്ത് കുളിച്ചെടുത്തു. കേട്ട ഉടനെ ഞാൻ ഫോൺ എടുത്ത് ചാർജ് ചെയ്യാൻ വെച്ച് കുറച്ച് വേണ്ട കത്തിയത്. അയ്യോ, എന്താണ് കമ്പും കോലും പിടിച്ചോണ്ടിരുന്നത്? ഇത് ജിൽസയുടെ ഉടുപ്പ് സാരി, റോൾഡ് സാരി ബൈ ജിൽസ മാർത്ത. യെസ്, ഇന്നത്തെ ദിവസത്തിനെ പറ്റിയുള്ള എന്താ പരിപാടി ഗൈസ്, ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. മിടുക്കി. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഫ്രീ ഉണ്ട്. ഇല്ല. ഓക്കെ, നമ്മനെ കയറാൻ പോകുന്നു. കുന്തവും പടിവാളൊക്കെ ഇട്ട്. പോണ്ട അങ്കിള്. അങ്കിളിനോട് ചോദിച്ചേ അവിടെ കറണ്ട് ഉണ്ടാന്ന് ചോദിക്കാൻ പറ, എന്നിട്ടും പോയാൽ മതി. അല്ലെങ്കിൽ ഉടനെ ഉള്ളിൽ കിടക്കാം. ഓക്കെ ബൈ. മോള് സൈഡിൽ കൂടി. ഗായത്രി പിയാറും ഇത് കിട്ടുന്ന വാട്ട്സ് യുവർ ഒപ്പീനിയൻ? കാണിച്ചു തരാം. ഗൈസ്, കാർത്തി കല്യാണ ചെറുക്ക ഹായ് പറ. ഹായ് പറ.
നമസ്കാരം. ഓ, നിങ്ങളെന്തിനാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഇടംബലം നോക്കാൻ കിട്ടിയില്ല. പുസ്തിക്ക് പോണം. ചേച്ചിയുടെ കല്യാണത്തിന് കരയോ? കരയോ? അതാ ഗായത്രി പോയി എന്ത് ചെയ്യുന്നു? ഡാൻസിന് പോണോ? പണ്ടത്തെ കുച്ചിപ്പൊടി അതല്ലേ ഡാൻസ് കളിക്കുന്നത്. ഇതെന്താണ് കൊറേ പ്രാവശ്യം പറയുമായിരിക്കും. എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങളല്ലേ ഹിന്ദുക്കളി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? ചോളത്തിലായിരുന്നു. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കാണേണ്ട കാഴ്ചയാണ്. ചേട്ടന്മാർ ഒന്നും ഇങ്ങോട്ട് അപ്പുറത്ത് പോയി നിന്ന ഒരു മിനിറ്റ് ഇതാണ് കുണിഞ്ഞേക്കണ്ട. ചേട്ടാ ഞാൻ അപ്പുറത്തോട്ട് വിട്ടേ. കല്യാണം കഴിയുന്നുണ്ട് കെട്ടിപ്പിടിക്കണ അമ്പലനടയിൽ വെച്ച്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുന്നുണ്ടോ? ഇല്ല, മാല കുറച്ചുകൂടി കയറ്റി വെക്കണ ഭംഗി. ചേച്ചി കുറച്ചുകൂടെ കയറ്റി വെക്കണം. അതെല്ലാം വീട്ടിൽ ഹലോ ഗൈസ്, ഇതേ കല്യാണ ചെക്കൻ മറന്നോലെ വന്നല്ലേ? ഗൈസ് വന്നു. ഫൈനലി കല്യാണ ചെക്കൻ ആ ഒരു സമയം കണ്ടെത്തി ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു, താങ്ക് യു ഗൈസ്. ഹലോ പറയൂ. ഇവിടുന്ന് പോയില്ലേ?
പരിപാടിക്ക് എത്തിയല്ല റിസപ്ഷന് സ്വന്തം കാർത്തി On to the stage. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറയണം. അവളുടെ ബാഗ് റൂമിലേക്ക് ഞാൻ എടുത്തിട്ടില്ല. എല്ലാം അതിന്റെ അകത്താണ്. ഇവളുടെ ഡ്രസ്സും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയില് ഉൾപ്പെടുത്തുന്ന ഭാഗം എന്ന് പറയുന്നത് ഗായത്രിയുടെ ഗായത്രി ഫസ്റ്റ് നൈറ്റ് എന്താ ആദ്യ രാത്രി ഇപ്പോൾ സമയം എത്രയോ ആയി എത്രയോ 10:30 ഇപ്പൊ ഗായത്രി റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ പോകണേണ്. അപ്പം ചൈത്രയുടെ കാര്യമായിട്ട് മണിയറ നോക്കുന്നു. നമ്മളിപ്പോ മണിയറ വിത്ത് മോഡൽ വന്നില്ല മര്യാദ ഇത്രയും കൂടി വരൂ ഒഫീഷ്യലി ഇന്ന് ഗായത്രിയുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ ശിവനെ പെണ്ണിന്റെ സഹോദരൻ ഞങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുക തുറന്നോട്ടെ. പതുക്കെ പതുക്കെ എവിടെയാ മുഖമൊക്കെ നോക്കട്ടെ. ഗായത്രി കാർത്തിക് അങ്ങോട്ട് നോക്കൂ. കളർ ആയിട്ടില്ലേ? അവർ കണ്ടില്ല. കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു. ബാക്കിയുള്ളവര് പണിയെടുക്കണേ വൈകിയാണ്. യെസ്, ഞങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ആണ് ഗായത്രി. ഹായ്. ഗൈസ്, ജിൽസ ഗായത്രിനെ കല്യാണം കഴിച്ചു. കാർത്തി നോക്കി നിൽക്കെ. ബ്രഹ്മത്തെ നോക്കി നിൽക്കുക. നമ്മളിപ്പോൾ ഗായത്രിനെ കൊണ്ടുവിടാൻ പോവാണ്. കണ്ടോ കാവിലെ ഭഗവതി, ഗായത്രിയുടെ സിന്ദൂരം, ഗായത്രിയുടെ ഭർത്താവ്. ഓക്കെ, ബൈ.